ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റമദാൻ നോമ്പ് സ്പെഷ്യലായിട്ട് പനീർ സമൂസയാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിലും നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ട് പനീർ സമൂസ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ആദ്യം സമൂസയുടെ അകത്ത് വെക്കുന്ന ഫില്ലിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് ഒന്ന് ചൂടാക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത 2 സവാളയും 2 പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. തക്കാളി ചെറിയൊരു കടി കിട്ടുന്ന രീതിയിൽ വഴറ്റിയാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായി 3/4 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് 100 ഗ്രാം ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ പനീർ നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും തൂകി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിവിടെ സമൂസ റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. സമൂസ ഷീറ്റ് ത്രികോണ ആകൃതിയിൽ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് നന്നായി മടക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ ബാറ്റർ വെച്ചൊന്ന് സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ സമൂസ ഇപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതുപോലെ ബാക്കി സമൂസകളും റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ചട്ടിയിൽ മുക്കി പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സമൂസ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായി. അങ്ങനെ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിരിച്ച് മറിച്ചുമിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സമൂസ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.